വാട്ട് വാസ് ഐ അഫ്രൈഡ് ഓഫ്? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പേടിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ 100 ഡേയ്സ് ചാലഞ്ചിലെ ഡേ 4ലേക്ക് പോവാം. ഞാൻ കുറച്ച് കാലം മുമ്പ് വരെ ഒരുപാട് കാര്യങ്ങളെ ഭയപ്പെട്ടിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചിട്ട്. ഇൻസെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രൂപമാവാം, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ തന്നെ കുറവെന്ന് തോന്നുന്ന എന്ത് കാര്യങ്ങളും ആവാം. അപ്പോൾ എൻ്റെ ഇൻസെക്യൂരിറ്റീസിന് എനിക്ക് വളരെ വളരെ ഭയമായിരുന്നു. അതുകൂടാതെ തന്നെ മറ്റുള്ളവർ എന്ത് പറയും എന്നതിനെക്കുറിച്ചും ഞാൻ വളരെ വളരെ ഭയപ്പെട്ടിരുന്നു. ഇൻസെക്യൂരിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രൂപം തന്നെയാണ്. ഞാൻ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരാളായിരുന്നു. അതുകൂടാതെ എല്ലാവർക്കും പോലെ തന്നെ ഇത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. ചിലരുടെയൊക്കെ പല്ല് കുറച്ച് മുന്നിലോട്ട് പൊങ്ങി നിൽക്കാറുണ്ട്. അതുപോലെ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. നിൻ്റെ പല്ല് ഇങ്ങനെയാണ്, നിനക്ക് ചെറിയ കണ്ണാണ്, പതിഞ്ഞ മൂക്കാണ്, ഉയരമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആകപ്പാടെ ഒരു ഭയമാണ്. നമ്മൾ എന്തോ കുറവുള്ള ഒരാളാണെന്ന് നമുക്ക് സ്വയം തോന്നാൻ തുടങ്ങും. അത് കൂടെയുള്ളവർ കൂടെ ജീവിക്കുന്നവർ തന്നെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാലോ നമുക്ക് ജീവിതത്തോടെ തന്നെ ഒരു മടുപ്പ് തോന്നും. നമ്മൾ എന്തോ ഒരു കുറവുള്ള ആളാണെന്ന് ദിവസം നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. വേറൊരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് പൈസ ഇല്ലായ്മയാണ്. നമ്മൾ പൈസയുള്ള വലിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. നമ്മൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഒരാളുടെ കൂടെ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ നിരന്തരം മറ്റുള്ളവരുടെ പൈസയുടെ കണക്കും മറ്റുള്ളവരുടെ സമ്പാദ്യത്തിൻ്റെ കണക്കും എല്ലാം കേട്ട് നിരന്തരം തലതാഴ്ത്തി നിൽക്കുന്ന സിറ്റുവേഷനും വന്നിട്ടുണ്ടാവാം. പണം എന്നത് ശരിക്കും പറഞ്ഞ ഒരു ഇമേജാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് വിലമതിക്കുന്നു എന്നതിനുള്ള ഒരു ഇമേജാണ് നമ്മുടെ കയ്യിലുള്ള പൈസ. അത് നമ്മൾ സമ്പാദിക്കാതെ കൂടി ഇരുന്നാലോ പിന്നെ നമുക്ക് പുല്ലുവില തന്നെ. ഇതെല്ലാം മറികടന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് ഇറങ്ങി പുറപ്പെട്ടാലോ അപ്പോൾ അടുത്തുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയും, മറ്റുള്ളവർ അങ്ങനെ പറയും. എവിടെയോ കിടക്കുന്ന ജോത്സ്യൻ പറയുന്നു നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന്. എവിടെയോ കിടക്കുന്ന ജോത്സ്യൻ വരെ എൻ്റെ ജീവിതം തീരുമാനിക്കുന്ന അവസ്ഥ. ഇതെല്ലാം മറികടന്ന് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ. ഇപ്പം മനസ്സിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ്. അതിനുവേണ്ടി എന്ത് സംഭവിച്ചാലും സംഭവിക്കുന്നതൊക്കെ സംഭവിക്കട്ടെ, അത് വരുന്നവിടെ വെച്ച് നോക്കാമെന്നുള്ള മാനസികാവസ്ഥയിലെത്തി. നിങ്ങളും ഇതുപോലുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസിലൂടെയും ഭയത്തിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തിയ കാര്യമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ 100 ദിവസ ചലഞ്ചിലെ ഡേ 4 ആണ് ഇന്ന്. ഇനിയുള്ള 100 ദിവസങ്ങൾ ഞാൻ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾക്കും ഭയപ്പെടാതെ ജീവിക്കുമെന്നതാണ് ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം. ഒരു ഇൻസെക്യൂരിറ്റീസിനെ ഞാൻ വകവെക്കില്ല എന്നും ഞാൻ തീരുമാനമെടുക്കുന്നുണ്ട്. നമ്മുടെ രൂപം, ഭാവം, നമുക്കുള്ളതെല്ലാം നമുക്കുള്ളത് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരുടെ കളിയാക്കലോ കൊണ്ട് അതൊന്നും മാറാനും പോകുന്നില്ല. നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ അംഗീകരിക്കുന്ന ആൾക്കാരെ മാത്രം ജീവിതത്തിലേക്ക് കൂട്ടുക. അതുതന്നെയല്ല യഥാർത്ഥത്തിലുള്ള റിലേഷൻഷിപ്പും. നമ്മൾ എങ്ങനെയാണോ അതേപോലെയുള്ള നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആയിരിക്കട്ടെ. ബൈ.